നമസ്കാരം. പ്രധാന വാർത്തകൾ. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനം KSRTC ബസുമായി കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. കൊല്ലം നിലമേൽ വാഴോടാണ് സംഭവം. തീർത്ഥാടകർ സഞ്ചരിച്ച കാറും KSRTC ബസും കൂട്ടിയിടിക്കുകയായിരുന്നു. കാറിലുണ്ടായിരുന്ന 2 പേരാണ് മരിച്ചത്. ദർശനം കഴിഞ്ഞ് തിരികെ പോവുകയായിരുന്നു. തിരുവനന്തപുരം പൂജപ്പുര സ്വദേശികളായ ബിച്ചു ചന്ദ്രൻ, സതീഷ് എന്നിവരാണ് മരിച്ചത്. കാറിൽ ഇവരോടൊപ്പം ഒരു കുട്ടിയും ഉണ്ടായിരുന്നു. കുട്ടിയുടെ നില ഗുരുതരമാണ്. കുഞ്ഞിനെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. നിയന്ത്രണം വിട്ട ബൈക്ക് വൈദ്യുതി പോസ്റ്റിലിടിച്ച് ITI വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. ഉഴമലയ്ക്കൽ ആര്യനാട് റോഡിൽ തോളൂർ പെട്രോൾ പമ്പിന് സമീപമായിരുന്നു അപകടം. പറണ്ടോട് പുറത്തിപ്പാറ വിഭവനിൽ വിജയകുമാറിന്റെയും ദീപയുടെയും മകൻ 20 വയസ്സുള്ള വിധുവാണ് മരിച്ചത്. ശനിയാഴ്ച രാത്രി വിധുവും സുഹൃത്ത് മിഥുനും മുടിവെട്ടാൻ പോയി തിരിച്ചു വരുന്ന വഴിയിൽ ഉഴമലയ്ക്കൽ കാരനാട് ജംഗ്ഷന് സമീപം വളവിൽ വെച്ച് ബൈക്ക് നിയന്ത്രണം വിട്ട വൈദ്യുത തൂണിൽ ഇടിക്കുകയായിരുന്നു. റോഡരികിലെ പുല്ലിലേക്ക് ബൈക്ക് തെന്നിക്കയറിയാണ് നിയന്ത്രണം നഷ്ടപ്പെട്ടതെന്ന് നാട്ടുകാർ പറയുന്നു. യുവാവിന്റെ തല പോസ്റ്റിലിടിച്ച് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അപകടം ആദ്യം ആരും അറിഞ്ഞിരുന്നില്ല. അതുവഴി വന്ന മറ്റൊരു വാഹനത്തിന്റെ ഡ്രൈവറാണ് പരിക്കേറ്റ മിഥുൻ റോഡിലൂടെ നിരങ്ങുന്നത് കാണുന്നത്. ഇയാൾ ഉടൻ സമീപത്തുള്ളവരെ വിളിച്ചുകൂട്ടുകയും ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു. എങ്കിലും വിധുവിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് മിഥുൻ ഗുരുതര പരിക്കുകളോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിധു ചാക്ക ITIയിലെ വിദ്യാർത്ഥിയാണ്. ജഡ്ജി അമ്മാവൻ കോവിലിൽ ദർശനം നടത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ. കോട്ടയം ചെറുവള്ളി ദേവി ക്ഷേത്രത്തിലെ ജഡ്ജി അമ്മാവൻ കോവിലിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സന്ദർശനം നടത്തി. ജഡ്ജി അമ്മാവൻ ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിച്ചാൽ കേസ് സംബന്ധമായ കാര്യങ്ങൾ ശുഭകരമായി അവസാനിക്കുമെന്നാണ് വിശ്വാസം. കോടതി വ്യവഹാരങ്ങളിൽപ്പെടുന്നവർ നീതി തേടി വഴിപാട് നടത്തുന്ന ക്ഷേത്രമാണിത്. നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ കാലയളവിൽ ദിലീപ് പലതവണ ഇവിടെ എത്തിയിരുന്നു. ക്രിക്കറ്റ് കോഴ വിവാദത്തിൽ ശ്രീശാന്തും ദർശനം നടത്തിയിട്ടുണ്ട്. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം നൽകിയതിനെതിരെ സർക്കാർ സമർപ്പിച്ച ഹർജി ക്രിസ്തുമസ് അവധിക്ക് ശേഷം പരിഗണിക്കാനായി മാറ്റിയിരിക്കുകയാണ്. മാവേലിക്കരയിൽ മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തിയ ഭാര്യയും രക്ഷിക്കാൻ ശ്രമിച്ച ഭർത്താവും മരിച്ചു. നൂറനാട് പയ്യന്നല്ലൂർ ആശാൻവിളയിൽ ഡ്രൈവറായ രഘു, ഭാര്യ സുജ എന്നിവരാണ് മരിച്ചത്. 9 ദിവസം മുമ്പ് ഉച്ചസമയത്ത് വീട്ടിൽ വെച്ചാണ് സുജ ദേഹത്ത് മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തിയത്. സ്ഥലത്തുണ്ടായിരുന്ന രഘുവിന് ഭാര്യയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പൊള്ളലേറ്റത്. ഇരുവരും ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. സുജ ഞായറാഴ്ചയും രഘു തിങ്കളാഴ്ചയുമാണ് മരിച്ചത്. യാത്ര പോകുന്നതിനെ ചൊല്ലി മകനുമായി പിണങ്ങിയ ദേഷ്യത്തിന് സുജ മണ്ണെണ്ണ ദേഹത്തൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നു എന്നാണ് ലഭിച്ച വിവരം. ആലപ്പുഴയിൽ നിയന്ത്രണം വിട്ട് പാഞ്ഞ ആഡംബരക്കാർ സ്കൂട്ടറിലും ഓട്ടോയിലും ഇടിച്ചു കയറി സ്കൂട്ടർ യാത്രികനായ യുവാവിന്റെ കാലൊടിഞ്ഞു. ആലപ്പുഴ വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിന് എതിർവശത്താണ് അപകടമുണ്ടായത്. അപകടത്തിൽ പരിക്കേറ്റ ആലപ്പുഴ വട്ടപ്പള്ളി ജാസിഡ മൻസിൽ ജസീറിന്റെ മകൻ ഇഹ്ജാസിനെ ആദ്യം വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി ഹരിപ്പാട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു.